അങ്ങനെ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ച നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനു മുമ്പോടിയായി എക്സിറ്റ് പോളുകൾ ഒക്കെ പ്രവചനങ്ങൾ നടത്തി. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷമല്ല, മിക്കവാറും എക്സിറ്റ് പോളുകളെല്ലാം UDF അനുകൂലമായിട്ടുള്ള വികാരമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതെന്തുമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏകദേശം എല്ലാ എക്സിറ്റ് പോളും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 70-ന് മുകളിൽ കുറഞ്ഞതും ഏകദേശം 94, 95 ഒക്കെ പറയുന്നുണ്ട് ചില എക്സിറ്റ് പോളുകൾ UDF അനുകൂലമായി. LDF ഒരു എക്സിറ്റ് പോൾ പോലും അങ്ങനെ 70-ന് മുകളിലേക്ക് വരുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ഏകദേശം തോൽവി ഉറപ്പാക്കി LDF മുന്നണി ഭരണമാറ്റമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തരംഗത്തിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന ഒരു സുനാമിയിലേക്കൊക്കെ പോകുന്നു, ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുന്നു എന്നൊക്കെ നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ സംസാരിക്കുന്നവർ തോന്നുന്നുണ്ട്. ഈ ടൈറ്റ് മത്സരം എന്നൊക്കെ പറയുമ്പോഴും ഒരിടത്തും അങ്ങനെ ടൈറ്റ് മത്സരം ചില മണ്ഡലങ്ങളിൽ ഒഴിച്ച് ബാക്കി ഒരിടത്തും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം 10 കൊല്ലത്തെ ഭരണത്തിൻ്റെ തുടർച്ച വരുമ്പോൾ അണികൾക്കുണ്ടാകുന്ന ഒരു നിർവികാരമായ ഒരു അവസ്ഥയുണ്ട്. അത് ഇടതുപക്ഷത്തിന് നന്നായി ബാധിച്ചു. ഒരു ഇട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റെ. താഴേക്കെട്ടിൽ നമ്മൾ വോട്ടിടാനും വോട്ട് ദിവസങ്ങളിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ സജീവമായ ബൂത്തും അവിടുത്തെ പ്രദേശങ്ങളിലെല്ലാം ഇടതുപക്ഷ അനുഭാവികളെ കൊണ്ട് ശക്തമായിരുന്നു. ഇപ്രാവശ്യം പല ബൂത്തുകളും നമ്മൾ സന്ദർശിക്കുമ്പോൾ ഉണ്ട്, എന്നാലും ഒരു ശക്തമായ വികാരം ഇടതുപക്ഷ അണികളിൽ കാണാൻ പറ്റിയില്ല. അതെന്താണെന്നറിയില്ല. ചില കാര്യങ്ങളിൽ പാർട്ടിയുടെ കേഡർമാർക്ക് കൃത്യമായിട്ട് ഈ ഭരണത്തോട് അവമതിപ്പുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അത് തുറന്നു പറയാൻ അവർ മടിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ സംസാരത്തിനിടയിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ച പോലെ കേരളത്തിലും സംഭവിക്കാം എന്ന് അവർ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. പാർട്ടി കുടുംബം എന്ന് പറയുന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ പല യുവാക്കളും അത് BJPയിലേക്ക് പോകാനുള്ള താല്പര്യം ഇപ്പം കൂടി വരുന്നതായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കൃത്യമായിട്ട് പണ്ട് കണക്കെടുക്കുമ്പം കൃത്യമായ കണക്ക് ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇടതുപക്ഷം പറയുന്ന കണക്ക് ഇത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഏകദേശം അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിനൊരു മാറ്റം വരാനുള്ളൊരു കാരണം കുടുംബ വോട്ട്, പാർട്ടി കുടുംബങ്ങളിലെ വോട്ടെടുക്കുമ്പോൾ അതിലെ യുവാക്കൾ പല പാർട്ടിയിലേക്കും പോകുന്നു. പണ്ട് ഒരേ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന കുടുംബാംഗങ്ങൾ, അത് കൃത്യമായിട്ടുള്ള വേർതിരിവ് കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്നില്ല. അത് പാർട്ടി താഴേക്കൂടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് പാർട്ടിക്ക് വോട്ടുകൾ അടക്കാൻ പറ്റുന്നില്ല. അത് തന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിഷയമാണ്. പിന്നെ പല എക്സിറ്റ് പോൾ സർവേയിലും നമ്മൾ പരിശോധിക്കുമ്പോൾ 17% വോട്ടുകളോളം നമ്മുടെ മുസ്ലിങ്ങളുടെയും അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും UDFയിലേക്ക് ഒഴുകും എന്നതാണ് പറയുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊക്കെ അങ്ങനെ ഒരു മാറ്റം വലുതായിട്ടൊന്നും കാണുന്നില്ല. 2% UDFന് കുറയാമെന്ന് പറയും. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഗണ്യമായൊരു വോട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് ഏകദേശം 17%-ഓളം ഇടതുപക്ഷത്തിൽ നിന്ന് UDFന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കാര്യം സത്യമാണെങ്കിൽ ഇതൊരു വൻ വേവിലേക്ക് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു തരംഗം ഏകദേശം 100-ന് മുകളിലേക്കുള്ളൊരു സീറ്റിലേക്കൊക്കെ വന്നാൽ പോലും അതിശയിക്കാനില്ല. അതാണ് ഈ എക്സിറ്റ് പോളുകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരു തരംഗമുണ്ട്, അത് മനസ്സിലാക്കാൻ പല മാധ്യമങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സത്യമായിട്ട് അവശേഷിക്കുന്നു. ഇതിപ്പം തിരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പം എന്നോട് വന്ന് ചോദിച്ചു ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറയണമെന്നില്ല. പല കാര്യങ്ങളും പറയും, അതിൽ നിന്നൊക്കെ ക്രോഡീകരിച്ചാണ് ഇവരെടുക്കുന്നത്.
അതുപോലെ ചിലപ്പോൾ ഒരു പ്രദേശത്ത് പോയി 10 ഇടതുപക്ഷ അനുഭാവികളെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 പേരും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഈ കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ അങ്ങനെ കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധമുള്ളവരൊക്കെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ട് അന്തം ഫാൻസുകളില്ല യുവാക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ. സിനിമയിലൊക്കെ കാണുമായിരിക്കും, പക്ഷേ രാഷ്ട്രീയത്തിൽ അന്തമില്ല. അവർ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റി ചിന്തിക്കുന്നവരാണ് ആയിട്ടാണ് തോന്നുന്നത്. ആ സാഹചര്യം എന്താണെന്ന് അനുസരിച്ചാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് യുവാക്കളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവർ ഇന്ന് ഭരണകൂടത്തെപ്പറ്റി പറഞ്ഞ കാര്യമല്ല നാളെ പറയുന്നത്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നത് നിർണായകമാണ്. ഈ ഡേറ്റകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പുതിയ വോട്ടർമാരിൽ UDF അനുകൂലമായൊരു വികാരമുണ്ട് എന്നാണ് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏജ് എടുത്ത് പല സർവേക്കാരും പറയുമ്പോഴും അവിടെ എല്ലാം തന്നെ UDF ഒരു മുൻതൂക്കം കാണുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്നത് പ്രായമായവരുടെ ഇടയിലാണ്. അതെനിക്ക് തോന്നുന്നു പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. പെൻഷൻ 2000 രൂപ കൂട്ടിയത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് എന്ന് വൃദ്ധരായ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവിടെ ഒരു അടിത്തറയുണ്ട്. പക്ഷേ യുവാക്കളുടെ ഇടയിൽ ആ അടിത്തറ പാർട്ടിക്ക് നഷ്ടപ്പെടുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അത് ഇപ്പോഴത്തെ പ്രശ്നമല്ല, ഭാവിയിലും അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വൻ പ്രശ്നത്തിലേക്ക് ഇടവും. ഇടതുപക്ഷ വോട്ട് ബാങ്ക് നമ്മളെപ്പോഴും വിചാരിക്കുന്നത്, പല ഇടതുപക്ഷ ചിന്തകളും സഖാക്കന്മാരും ഒക്കെ പറയുന്നത്, ഒരു 60ഓളം സീറ്റുകൾ ഇടതുപക്ഷം എങ്ങനെ പോയാലും ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ചിലപ്പോൾ 60 കഴിഞ്ഞ് 50 40 ഒക്കെ വന്നാൽ പോലും അതിശയിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പലർക്കും മനസ്സിലാവും. അത് പലരും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. പല സർവേകളും പരാജയപ്പെട്ട് കഴിയുമ്പോൾ, എക്സിറ്റ് പോളുകൾ പൊതുവെ ഇപ്പം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഈ പറയുന്നവർ പലരും ഏറിപ്പോകുന്ന സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും ഒന്നും പതിയെ പറയാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഈ എക്സിറ്റ് പോളിൽ പറയുന്ന 80 ആയിരിക്കത്തില്ല കിട്ടുന്നത്, 90 ആയിരിക്കത്തില്ല കിട്ടുന്നത് എന്ന് പറയുന്ന ഭൂരിപക്ഷം ആൾക്കാരുമുണ്ട്. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് 100% ഉറപ്പാണ്. എല്ലാവരുടെയും മനസ്സിലല്ല, ഭൂരിപക്ഷം ആൾക്കാരുടെയും മനസ്സിൽ. അത് പല കാരണങ്ങൾ കൊണ്ടുമാകാം. ഒന്ന്, പിണറായി വിജയനോടുള്ള എതിർപ്പാകാം. അതാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം ചില ആൾക്കാരുടെ സ്വഭാവ രീതി പലർക്കും രസിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ മുന്നണിയേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യക്കുറവ് പിണറായി വിജയനോടാണ് എന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചില ശൈലികൾ കേരള സമൂഹത്തിന് യോജിച്ചു പോകാൻ പറ്റും. അദ്ദേഹം നല്ല മനുഷ്യനാകാം, ശുദ്ധനായ മനുഷ്യനാകാം, അദ്ദേഹത്തിൻ്റെ രീതിയാകാം. പക്ഷേ അദ്ദേഹം സ്റ്റേജിലൊക്കെ ഇടപെടുന്ന രീതി കേരള സമൂഹത്തിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമായിട്ട് പലരും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ സഖാക്കളോട് ഫോട്ടോ എടുക്കാനൊക്കെ പറയുമ്പോൾ വളരെ കർശനമായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക, ഇങ്ങോട്ട് മാറി നിൽക്കുക. ഈ അധികാര സ്വരത്തിൽ പ്രത്യേകിച്ച് ജനസേവകരെന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാർ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് 100% ഈ ഭരണത്തിന് എതിരായിട്ട് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഘടകം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പിണറായി വിജയൻ പ്രായാധിക്യം മൂലം എപ്പോഴും പറയുന്ന പോലെ മാറ്റി നിർത്തി ഒരു വനിതാ മുഖ്യമന്ത്രിയെപ്പറ്റി ചിന്തിച്ച് ശൈലജ ടീച്ചറെ ഉയർത്തി മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ടൈറ്റ് മത്സരത്തിന് സാധ്യതയുണ്ടായിരുന്നു. അത് ഇടതുപക്ഷ മുന്നണി ഇല്ലാതാക്കി. ഏതായാലും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും വോട്ട് പെട്ടിയിലാണ്, ജനങ്ങളുടെ മനസ്സും പെട്ടിയിലാണ്. എന്ത് സംഭവിക്കാം? മെയ് 4 വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. മെയ് 4 ശേഷം ഒരുപക്ഷെ ഞാനും ഏറിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
അതിലേക്കാണല്ലോ പല സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത്. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഒക്കെ ബൈ.